അജ്ഞാത രോഗം പടരുന്നു. ഇതുവരെ മരിച്ചത് 150 പേർ, കൂടുതലും സ്ത്രീകളും കുട്ടികളും. ആഫ്രിക്കയിൽ ആശങ്കയുയർത്തി അജ്ഞാത രോഗം പടരുന്നു. തെക്കു പടിഞ്ഞാറൻ കോങ്കോയിൽ ബ്ലീഡിംഗ് ഐ വൈറസ് എന്ന അജ്ഞാത രോഗം വ്യാപിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഇൻഫ്ലുവൻസയുടേതിന് സാമ്യമുള്ള ലക്ഷണങ്ങളുള്ള ഈ അജ്ഞാത രോഗം ബാധിച്ച് 150ഓളം പേർ മരിച്ചതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നവംബർ 10-നും 25-നും ഇടയിൽ കോങ്കോയിലെ പാൻസി ഹെൽത്ത് സോണിലാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കടുത്ത പനി, ശക്തമായ തലവേദന, ചുമ, വിളർച്ച എന്നിവയാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. രോഗം നിർണ്ണയിക്കാൻ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമായി ഒരു മെഡിക്കൽ ടീമിനെ പാൻസി ഹെൽത്ത് സോണിലേക്ക് അയച്ചിട്ടുള്ളതായി അധികൃതർ അറിയിച്ചു. ചികിത്സയുടെ അഭാവം മൂലം നിരവധി രോഗികൾ അവരുടെ വീടുകളിൽ തന്നെ മരണപ്പെടുകയായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. മരണസംഖ്യ 67 മുതൽ 143 വരെ ഉണ്ടെന്ന് ഡെപ്യൂട്ടി പ്രൊവിൻഷ്യൽ ഗവർണർ റെമി സാക്കി പറഞ്ഞു. സാമ്പിളുകൾ ശേഖരിക്കുന്നതിനും പ്രശ്നം നിർണ്ണയിക്കുന്നതിനുമായി ഒരു കൂട്ടം എപ്പിഡമിയോളജിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ സ്ഥലത്തെത്തിയിട്ടുള്ളതായും റെമി സാക്കി പറയുന്നു. ഈ രോഗം ബാധിച്ച് മരിക്കുന്ന വ്യക്തികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ഥിതി വളരെ ആശങ്കാജനകമാണെന്ന് സിവിക് സൊസൈറ്റി നേതാവ് സെഫോറിയൻ മാൻസാൻസ പറഞ്ഞു. രോഗം ഏറ്റവും ഗുരുതരമായി ബാധിച്ചത് സ്ത്രീകളെയും കുട്ടികളെയുമാണ്. പരിചരണത്തിന്റെ അഭാവം മൂലം രോഗികൾ സ്വന്തം വീടുകളിൽ മരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് രോഗം കണ്ടെത്തിയതെന്നും കൂടുതൽ ഗവേഷണം നടത്താൻ UN ആരോഗ്യ ഏജൻസി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ പൊതുജനാരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചു വരികയാണെന്നും ലോകാരോഗ്യ സംഘടനയുടെ വക്താവ് അറിയിച്ചു. കടുത്ത പനിക്കൊപ്പം കണ്ണിൽ നിന്നും മറ്റ് സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും രക്തം വാർന്നു പോകുന്നതാണ് ഇതിന്റെ രോഗലക്ഷണം. അതുകൊണ്ട് തന്നെയാണ് ബ്ലീഡിംഗ് ഐ ഫീവർ എന്ന പേരും ഈ രോഗത്തിനുള്ളത്. കൊതുകുകളല്ല, ചെള്ളിൽ നിന്നാണ് രോഗം പടരുന്നതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. സാധാരണ പനിക്കൊപ്പം ശരീരവേദന, തലവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയവയാണ് രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. ചില സാഹചര്യങ്ങളിൽ മലേറിയയ്ക്കും എബോളയ്ക്കും സമാനമായ ലക്ഷണങ്ങളാണ് ആദ്യഘട്ടത്തിൽ പ്രകടമാവുക.